ഹായ് ഡിയേഴ്സ്, അപ്പോൾ സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ക്കുന്നത് എങ്ങനെയെന്നാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ XXL സൈസിൻ്റെയാണ് തയ്ക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ ടോപ്പ് തയ്ച്ചിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ ഇവിടെ ഐ ബട്ടൺ ടച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ എങ്ങനെയാണ് ബോട്ടം തയ്ക്കുന്നതെന്ന് കാണിക്കുമെന്ന്. അപ്പോൾ അത് ഇത് ഈ ഭാഗത്തു നിന്നാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തിരുന്നത്. ഇതിപ്പോൾ 90 പീസാണ്. നമുക്ക് തുണി ഏകദേശം 320 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സൈഡ് പോയെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ അല്ലാതെ മേടിക്കുകയാണെങ്കിൽ ഒരു 2.25-2.5 മീറ്റർ തുണിയെങ്കിലും മേടിക്കണം. തുണി ഞാൻ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കുകയാണ്. ഈ മുകൾ ഭാഗം നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റും. അത് ഓൾറെഡി സൈഡ് കട്ടല്ലേ, അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ബാക്കി നമുക്ക് മിച്ചം തുണിയുണ്ട്. അപ്പം എനിക്ക് ടോട്ടൽ നീളം ഇവിടെ വേണ്ടത് 43 ആണ്. അപ്പോൾ എൻ്റെ ഒരു ലെങ്ത് അനുസരിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്കും എത്രയാണോ വേണ്ടത് അതനുസരിച്ച് കൊടുത്തോണം. ഞാൻ ഓരോന്നായിട്ട് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളത് നോട്ട് ചെയ്താൽ മതി. ഇനി വേണ്ടത് വീണ്ടും ഇത് ഒന്നുകൂടെ മടക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ 4 ആയിട്ട് നമ്മൾ മടക്കിയിട്ട് ഇതും കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് താഴത്തെ ലെങ്തിന് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ വെച്ചും നമ്മളതങ്ങ് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമുക്ക് 43 ഇഞ്ചിന് നമ്മൾ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും താഴ്ഭാഗം നമുക്ക് മിച്ചം കിട്ടുന്നതാണ്. ഇത് ഇത്രയും തുണി ഉള്ളത് കൊണ്ടാണ് മിച്ചം കിട്ടിയത്. ഇല്ല 2.5 മീറ്റർ തുണി വെച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ മിച്ചം കിട്ടില്ല. കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഓരോന്നായിട്ട് മാർക്ക് ചെയ്യാം. ആദ്യം ഞാനിവിടെ 2.5 ഇഞ്ചിന് മാർക്ക് ചെയ്യുകയാണ്. ഇത് ഓരോന്നും ഞാൻ പറയാം എന്തിനാണ് മാർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് ബാക്ക് സൈഡിൻ്റെ ലെങ്തിന് വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുക. ഇനി അടുത്തത് ഫ്രണ്ടിൻ്റെ ബെൽറ്റിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബാക്കിലെ ബെൽറ്റിന് വേണ്ടി നമ്മൾ 2.5 മാർക്ക് ചെയ്തു. ഇത് ഫ്രണ്ട് സൈഡ് ബെൽറ്റിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഇഞ്ചും മാർക്ക് ചെയ്തു. ആദ്യം 2.5 പിന്നെ 2. കണ്ടല്ലോ, ഇത്രയും മാർക്ക് ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ നേർക്കാണ് തേരുവശം ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഫോൾഡഡ് സൈഡ് മറുവശത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇവിടുന്ന് ഞാൻ വണ്ണം 13.5 മാർക്ക് ചെയ്യുന്നത്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഇവിടുന്ന് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഈ ഇത്രയും ഭാഗം നമ്മൾ നോക്കണ്ട. ഇനി താഴത്തെ ആ ഫ്രണ്ട് ബെൽറ്റ് ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്യില്ലേ, അവിടുന്ന് താഴോട്ടാണ് ക്രോച്ചിൻ്റെ എല്ലാം നമ്മളിനി മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 13.5 തന്നെ ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് സ്ട്രെയിറ്റ് ലൈനായിട്ട് താഴേക്ക് വരയ്ക്കണം. ഈ ഭാഗത്തു നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ബെൽറ്റിൻ്റെ താഴെ നിന്ന് താഴേക്ക് ഞാൻ ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യുന്നത് 12 ഇഞ്ചാണ്. ബാക്ക് സൈഡ് നമ്മൾ 2.5 ഇഞ്ച് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ടൈറ്റ് ആവില്ല, കറക്റ്റായിട്ട് ഫിറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് XXL സൈസിൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി. ബാക്കിയുള്ളവരുടെ അളവുകളൊക്കെ ഞാൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും. ഇനി അടുത്തത് ഇവിടുന്ന് നമുക്ക് ഒരു 1.5 ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഒരു ടോട്ടൽ 15 ഇഞ്ചാണ് അവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് താഴ്ഭാഗമാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ ബെൽറ്റിൻ്റെ താഴെ നിന്നും ഇവിടുന്ന് ഒരു 36 ഇഞ്ച് ലെങ്ത്താണ് എനിക്ക് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം അവിടുത്തെ കാൽവണ്ണം നമുക്ക് ഒരു 6 ഇഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുക്കണം. തയ്യൽ തുമ്പൂടെ ചേർത്ത് ഞാനൊരു 7.5 ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ടായിട്ടും മടക്കി ചെയ്യുമ്പോൾ ആ തുമ്പ് നമുക്ക് ഇല്ലാതെ വരുന്നില്ല, തയ്യൽ തുമ്പ് ഇല്ലാതെ വരില്ല. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചരിച്ച് മാർക്ക് ചെയ്തേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ആ ക്രോച്ചിൻ്റെ ഭാഗത്ത് നിന്നും ഇവിടേക്ക് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം, പിന്നെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ മാർക്കിംഗ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ബെൽറ്റിൻ്റെ കാര്യമാണ് അടുത്തത് പറയാനുള്ളത്. ബാക്ക് സൈഡ് അപ്പോൾ 2.5 ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തു. വീണ്ടും നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുകയാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം അവിടുത്തെ വണ്ണം നമ്മൾ 13.5 കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടല്ലോ, 13.5. വീണ്ടും ഇവിടെ 13.5 മാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ക്രോച്ചിൻ്റെ ഫുള്ളായിട്ട് നമ്മളിങ്ങോട്ട് നീട്ടിയിട്ടത് 15 എന്നിട്ട് ക്രോച്ച് ലെങ്ത് നമ്മൾ കൊടുത്തത് 12 ആണ്. അപ്പോൾ ഇതെല്ലാം XXL സൈസിൻ്റെ അളവാണ്. ഇവിടെ ഒന്നും മാർക്ക് ചെയ്യരുത്. ക്രോച്ചിൻ്റേത് ബെൽറ്റ് കഴിഞ്ഞിട്ടുള്ളത് തന്നെ വേണം മാർക്ക് ചെയ്യാനായിട്ട്. അതിനുശേഷം ടോട്ടൽ ലെങ്ത് എടുത്തത് നമ്മൾ 36. ലെങ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. എന്നിട്ട് ഇവിടെ 2.5 ഇഞ്ചാണ് ഇവിടെ കൊടുത്തത് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയി. 2.5 ഇഞ്ചാണ് താഴ്ഭാഗത്തേത് തയ്യൽ തുമ്പ് ഞാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ചരിച്ച് ഇതുപോലെ മാർക്ക് ചെയ്തു. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇത്രയും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതേ ലൈനിൽ കൂടെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നമ്മൾ തയ്യൽ തുമ്പ് ഒന്നും വേറെ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ XXL സൈസ് ഉള്ളവർ മാത്രം ഇത് ചെയ്ത് നോക്കിയാൽ മതി. XXL ഒന്നും ഇത് ചെയ്യരുത്.
കാരണം ഇത് ടൈറ്റ് ആവും. നമ്മൾ സിഗരറ്റ് പാൻറ്റും സ്ട്രെയിറ്റ് പാൻറ്റും എന്നൊക്കെ പറയുന്നത് ഫിറ്റായിട്ടുള്ള ഒരു പാൻറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാനും കാൽമുട്ടിൻ്റെ അവിടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതാ ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിൻ്റെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് ക്രോച്ചിൻ്റെ ഭാഗത്ത് 2.5 ഇഞ്ച് മുകളിലേക്ക് നമ്മളിട്ടു. അത് നമ്മൾ അവിടുന്ന് ഈ 2 ഇഞ്ചിൻ്റെ അവിടേക്ക് നമ്മൾ ഫ്രണ്ട് സൈഡിൻ്റെ ബെൽറ്റിലേക്ക് ഇതുപോലൊന്ന് മാർക്ക് ചെയ്യുക, ചരിച്ച്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുമ്പോൾ ബാക്ക് സൈഡ് ഇറങ്ങി പോകുന്ന ഒരു പ്രശ്നം എല്ലാവരും പറയുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പ്രൊഫഷണലായിട്ടുള്ള രീതി വെട്ടുന്നതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് എല്ലാവർക്കും വെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മറ്റേ രീതിയിലൊക്കെ പാൻറ്റ് കട്ട് ചെയ്യുമ്പോൾ മിക്കവർക്കും റെഡി ആകാറില്ല. പക്ഷേ ഇങ്ങനെ ചെയ്താൽ 100% നിങ്ങൾക്ക് പാൻറ്റ് റെഡി ആകും. ഇനി അടുത്ത 2 ബാക്കിലെ 2 പീസ് ഞാൻ മാറ്റിയിട്ടു. എന്നിട്ട് ഫ്രണ്ട് പീസ് 2 ഇതേപോലെ കട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ആക്കി. കണ്ടോ? ബാക്ക് സൈഡിൽ മാത്രം വെക്കുന്ന പീസിന് ഇതേപോലെ ക്രോച്ച് ലെങ്ത്ത് മുകളിലേക്ക് നിന്നാൽ മതി, 2.5 ഇഞ്ച്. ബാക്കി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. കണ്ടല്ലോ? അപ്പോൾ ഇത് വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് സ്ലോയിൽ കാണാൻ പറ്റുന്നത്, അത് നോക്കി ചെയ്യുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ക്രോച്ച് ഏരിയ നമ്മൾ ഇതേപോലെ 2 സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം. ഇത് ഫ്രണ്ട് സൈഡാണ് ഞാൻ ചെയ്യുന്നത്. ഫ്രണ്ട് സൈഡ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തതല്ലേ, അത് ഇതേപോലെ നമ്മൾ ക്രോച്ച് ഭാഗം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി ബാക്ക് സൈഡാണ്. അത് 2.5 ഇഞ്ച് മുകളിലേക്ക് നിൽക്കും. അതും നമ്മൾ ഇതേപോലെ തന്നെ 2 തവണ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്തിപ്പോൾ 1 തവണ സ്റ്റിച്ച് ചെയ്യുന്നതേ കാണിക്കുന്നുള്ളൂ. നമ്മളെപ്പോഴും ഏത് സ്റ്റിച്ച് ചെയ്താലും 2 പ്രാവശ്യം തന്നെ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതേപോലെ 2 തവണ അതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിവർത്തി കാണിക്കാം. കണ്ടോ? ഇതേപോലെ മുകളിലേക്ക് നിൽക്കുന്നത് കണ്ടോ? അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ ബാക്ക് സൈഡ് മുകളിലേക്ക് 2.5 ഇഞ്ച് പൊങ്ങി നിൽക്കുന്നത് കണ്ടോ? ഇനി ഇതിൻ്റെ സൈഡാണ് നമ്മൾ തയ്ക്കാനായിട്ട് പോകുന്നത്. ഇതിപ്പോൾ തേരുവശമാണ്, അതുകൊണ്ട് നമുക്ക് ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ ഒക്കാത്തവർക്കാണെങ്കിലും വളരെ യൂസ്ഫുൾ ആണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ തേരുവശം തന്നെ സൈഡിൽ വരുത്താനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് താഴെ വരെ നമ്മൾ തയ്ച്ചെടുക്കണം. അതിനുശേഷം ഈ ഭാഗം വരുമ്പോൾ നിർത്തിയിട്ട് ഇവിടുന്ന് നമുക്ക് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ 2.5 ഇഞ്ച്. ആ 2.5 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്യുകയാണ്. അത് നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് ഒരു ചെറിയ സ്ലിറ്റ് പോലെ നമ്മൾ ചെയ്തില്ല, അത് ഞാൻ ഒരു 1.7 എടുക്കാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലും കുറച്ചെടുക്കാം, അതല്ലെങ്കിൽ 2 ഇഞ്ച് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാനിപ്പോഴും 1.7 കൊടുക്കുന്നത്. കറക്റ്റ് അതേ കൊണ്ടുവന്ന് കുത്തി നിർത്തിയിട്ട് നമുക്കിനി തിരിച്ചിത് തയ്ച്ചെടുക്കാം. ഈ പാൻറ്റ് ഒരുപാട് പേര് തയ്ച്ചിട്ട് ഒത്തിരി യൂസ്ഫുള്ളായെന്ന് ഒത്തിരി കമൻസ് ഇടാറുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വരും. എന്തായാലും ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ തയ്ച്ചില്ലേ, എന്നിട്ട് ഇത്രയും തുമ്പ് വന്നു. ഇനി വേണ്ടത് ഈ തുമ്പ് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് വീതിയിൽ, 1/2 ഇഞ്ച് വീതിയിൽ തയ്ച്ചോ. ഇതേപോലെ ഒന്ന് മടക്കി തയ്ക്കുക. അപ്പോൾ അടുത്തിലും ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അതും കറക്റ്റ് അതേപോലെ തന്നെ 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ മടക്കി തയ്ക്കുന്നു. ഒപ്പത്തിന് നിൽക്കണം രണ്ടും. കണ്ടോ? ഇതേപോലെ ഒപ്പത്തിന് നിൽക്കണം. എന്നിട്ട് ഇത്രയും മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ ഈ ഐ ബട്ടൺ ടച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിൽ ഞാൻ നന്നായിട്ട് അടുത്ത് തന്നെ ഈ ട്രിക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നുണ്ട് കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് കണ്ടില്ലേ, നമ്മൾ ഈ തുമ്പ് തയ്ച്ചു. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക. കണ്ടോ? ഓപ്പൺ ചെയ്ത് കറക്റ്റ് ഇത് രണ്ടും ഒരേപോലെ മുട്ടിക്കുക. എന്നിട്ട് ഈ വശം നമ്മൾ ഒരു 1/2 ഇഞ്ച് വീതിയിൽ തയ്ക്കുക. കറക്റ്റ് ഈ പോയിൻറ്റിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് തയ്ക്കാവുള്ളൂ. അത് കയറ്റരുത്. അത് കയറ്റി തയ്ച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കുടുക്കം പോലെ ഉണ്ടാവും. പിന്നെ നമുക്കത് വിട്ട് തയ്ക്കാനായിട്ട് പറ്റത്തില്ല. കറക്റ്റ് അത്രയും 2ആയിട്ട് തയ്ച്ചെടുത്തു. വീണ്ടും അടുത്ത ഭാഗം നിവർത്തി വയ്ക്കുക. നമ്മൾ ഈ തയ്ച്ചതുപോലെ തന്നെ തയ്ച്ചെടുക്കണം. നമ്മൾ നേരത്തെ തയ്ച്ച തയ്യലയിലും അതുപോലെ തുണിയിലൊന്നും കയറി പിടിക്കാതെ കറക്റ്റായിട്ട് തയ്ച്ചെടുക്കുക. കണ്ടോ? അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. ആ തിരിച്ചിടുമ്പോഴത്തേക്കും ഈ ഒരു ഷേപ്പിൽ കിട്ടും. അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ അങ്ങനെ വയ്ക്കുന്നേ ഉള്ളൂ. പുറമേക്ക് തയ്യൽ വരാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു എളുപ്പ വഴിയാണത്. എന്നിട്ട് ഇതിങ്ങനെ നിവർത്തി വെക്കുക. ഈ തുമ്പെല്ലാം നന്നായിട്ട് 2 സൈഡിലേക്ക് നിവർത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു കോർണർ ഭാഗം എന്തെങ്കിലും സിസർ ഉപയോഗിച്ചൊന്ന് കുത്തുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതേപോലെ ചില ലൈനിങ് വെച്ചൊക്കെ പാൻറ്റ് തയ്ക്കാറുണ്ട്. പക്ഷെ അന്നേരം അത് ഈ ഭാഗമൊക്കെ നമുക്ക് ഇത്തിരി പാടാണ്. കാരണം കട്ടി കൂടുമ്പോൾ
നല്ല ഒരു ഫിനിഷിങ്ങിലേക്ക് കിട്ടാനായിട്ട് പാടാണ്. കഴിവതും നിങ്ങൾ ലൈനിങ് വെക്കാതെ തന്നെ തയ്ക്കുന്ന സ്ട്രെയിറ്റ് പാൻറ്റ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെന്ന് പറഞ്ഞാൽ ചൂട് കൂടുതലായിരിക്കും, പാൻറ്റ് ഒരുപാട് ടൈറ്റ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ നല്ല ഷേപ്പിനിരിക്കുന്ന പാൻറ്റല്ലേ, അപ്പോൾ അതുകൊണ്ട് ലൈനിങ് ഇല്ലാത്ത ടൈപ്പ് തയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്തിരി കട്ടിയുള്ള തുണി വാങ്ങിച്ചാൽ മതി. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ തയ്ച്ചു. എന്നിട്ട് നമ്മൾ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടു. ക്രോച്ചിൻ്റെ ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ക്രോച്ചിൻ്റെ അവിടെ നിന്നും ഒരു 10 ഇഞ്ച് താഴേക്ക് ആദ്യം മാർക്ക് ചെയ്യുക. പിന്നീടെല്ലാം ഒരു 5 ഇഞ്ച്, വീണ്ടും ഒരു 5 ഇഞ്ച്, അത്ര മതി. 10 ഇഞ്ചും 5 ഇഞ്ചും 5 ഇഞ്ചും ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ 10 ഇഞ്ചിൻ്റെ അവിടെ എനിക്ക് 9.5 വണ്ണം വേണ്ടത്. ഞാൻ ഒരുപാട് ഫിറ്റാക്കാറില്ല. നടക്കുമ്പോൾ അത്യാവശ്യം ലൂസ് കിട്ടുന്ന രീതിയിൽ, മുട്ട് മടക്കുമ്പോൾ കിട്ടുന്ന രീതിയിലുമാണ് ഞാൻ ഇടുന്നത്. പക്ഷേ നമ്മൾ സ്കൂട്ടറിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ കാല് മടക്കി വയ്ക്കുമ്പോൾ നല്ല ടൈറ്റ് ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് ഞാൻ വീണ്ടും ടൈറ്റ് ആക്കാനായിട്ട് പറയാത്തത്. ഇവിടെ നമ്മൾ 8.5 മാർക്ക് ചെയ്ത് 5 ഇഞ്ചിൻ്റെ അവിടെ അടുത്ത 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് ഒരു 6.5 മാർക്ക് ചെയ്ത് കൊടുത്തു. ഓരോരുത്തരുടെ കാൽവണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾ ഇത്തിരി ലൂസായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഇട്ട് നോക്കുക എത്ര വേണ്ടതെന്ന്, അതനുസരിച്ച് ചെയ്യുക. ഇവിടെ 6 ഇഞ്ചും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ 6.2 അല്ലെ 6 ഇഞ്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ചിലർക്ക് ടൈറ്റ് ചെയ്യുന്നതാണ് ഇഷ്ടം, അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് കുറച്ചിൽ ലൂസിൽ ഇടുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ ഒരു കംഫർട്ട് ഇടാനായിട്ട്. എന്നിട്ട് ഇത് ഫുള്ള് സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് മാർക്ക് ചെയ്ത് എടുക്കുകയാണ്. എന്നിട്ട് അതേ കൂടെ തന്നെ നമ്മൾ തയ്ച്ചാൽ മതി. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത വണ്ണം മനസ്സിലായില്ല. ക്രോച്ചിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് താഴേക്ക് 10 ഇഞ്ചും പിന്നെ 2 പ്രാവശ്യം 5 ഇഞ്ചും മാർക്ക് ചെയ്തത്. അത്രയും മാത്രമേ ഉള്ളൂ. ഒരു 3 പോയിൻറ്റ് നിങ്ങളൊന്ന് മാർക്ക് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് തന്നെ പാൻറ്റ് ഷേപ്പ് ചെയ്യാം. അടുത്ത ഭാഗവും 1/2 ഇഞ്ച് തന്നെ ആണ്, അതുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 സൈഡും ഒരേപോലെ തന്നെ വണ്ണം മാർക്ക് ചെയ്തിട്ട് ചെയ്യാം. എന്നിട്ട് താഴ്ഭാഗം കാലിൻ്റേത് 6 ഇഞ്ച് മാർക്ക് ചെയ്തു. കറക്റ്റ് അവിടുത്തെ വണ്ണം നമുക്ക് എടുത്തു കൊടുക്കാം. ആദ്യം ഒരു സ്റ്റിച്ച് ഇതുപോലെ ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ഇഞ്ച് വീതിയിൽ അടുത്ത സ്റ്റിച്ച് കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അഥവാ നമുക്ക് ടൈറ്റ് ആണെങ്കിൽ ഒന്ന് അഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് കസ്റ്റമറിന് വീണ്ടും കൊണ്ടുവരണ്ടല്ലോ. അപ്പോൾ ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് എലാസ്റ്റിക്കാണ് വേണ്ടത്. അപ്പോൾ എലാസ്റ്റിക് ഇതിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 38 ഇഞ്ചാണ് നിങ്ങളുടെ അരവണ്ണമെങ്കിൽ ഒരു 2 ഇഞ്ച് കുറച്ച് 36 ഇഞ്ച് എലാസ്റ്റിക് എടുക്കാം. 2 ഇഞ്ച് എലാസ്റ്റിക് കുറച്ചെടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ എലാസ്റ്റിക്കിന് തയ്യൽ തുമ്പോട് ഇട്ടിട്ട് 1 ഇഞ്ച് കൂടെ കൂട്ടിയിടുക. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ. ചിലർക്ക് നല്ല ടൈറ്റാണ് ഇഷ്ടം, ചിലർക്ക് നല്ല ലൂസാണ് ഇഷ്ടം. എനിക്കെന്ന് പറഞ്ഞാൽ തീരെ കനം കുറഞ്ഞ എലാസ്റ്റിക് നല്ല ലൂസായിട്ട് കിടക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്ക് ഒട്ടും ഇങ്ങനെ എലാസ്റ്റിക് ടൈറ്റായിട്ട് ഇരിക്കുന്നത് ഇഷ്ടമല്ല. എന്നിട്ട് ഇതേപോലെ മുകൾ ഭാഗം 2ആയിട്ടൊന്ന് മടക്കുക. ആദ്യം 1/2 ഇഞ്ച് മടക്കി, പിന്നെ എലാസ്റ്റിക്കിൻ്റെ വീതിയിൽ 1 ഇഞ്ച് വീതിയിൽ നമ്മൾ മടക്കിയെടുത്തതാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് ആ എലാസ്റ്റിക് കടത്താനുള്ള വീതി ഉണ്ടായിരിക്കണം, അതിലും കുറഞ്ഞു പോകരുത്. ഒത്തിരി പ്രയാസമാവും എലാസ്റ്റിക് കടത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ 2ആയിട്ട് മടക്കി ഇതേപോലെ ഒരേ വീതിയിൽ തന്നെ തയ്ച്ചെടുക്കുക. ബാക്ക് സൈഡ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ആ കറക്റ്റായിട്ട് നമ്മൾ നടക്കുന്നു മടക്കി വെക്കുക. എന്നിട്ട് ഒരു ചെറിയ ചുളിവ് വരും. ആ ചുളിവ് ഇവിടേക്ക് ഒരു ചെറിയ ഞുറിവ് പോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ബാക്ക് സൈഡിൻ്റെ 2 വശത്തും ഇവിടെ കണ്ടോ ചെറിയൊരു ചുളിവ് പോലെ വരും. അതങ്ങനെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ബാക്ക് സൈഡിന്. ആ ഞുറിവ് ഇവിടോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. ആ ഒരു ബാക്ക് സൈഡിൻ്റെ കറക്റ്റ് മിഡിൽ പോയിൻറ്റിൽ നിന്നും 2 വശത്തേക്കും ചെറിയൊരു ഞുറിവ് ഇട്ട് കൊടുത്താൽ ബാക്കിയെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അതോർത്ത് കൺഫ്യൂഷൻ വേണ്ട. ബാക്ക് സൈഡിൽ ആ ഞുറിവ് വന്നെന്നും പറഞ്ഞ് ഒരു കുഴപ്പമില്ല. എലാസ്റ്റിക് ഇടുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ അറിയത്തില്ല. എന്നിട്ട് ഇത്രയും നമ്മൾ തയ്ച്ചു. കുറച്ചൊരു ഓപ്പണിങ് നമ്മൾ വിടണം നമുക്ക് എലാസ്റ്റിക് കടത്തിയെടുക്കാൻ. ഒരു പിന്ന് വെച്ചിട്ട് ഞാൻ ഇതുപോലെ എലാസ്റ്റിക് കടത്തിയെടുത്തു. എന്നിട്ട് നമുക്കിത് തയ്ച്ചെടുക്കാം. അപ്പോൾ 1/2 ഇഞ്ച് വീതി വേണം നമുക്ക് തയ്ച്ചെടുക്കണമെങ്കിൽ. അപ്പോൾ അതും കൂടെ കണക്കാക്കി നിങ്ങൾ തയ്യൽ തുമ്പ് എലാസ്റ്റിക്കിനുള്ളത് വിട്ടേക്കണം. എന്നിട്ട് എലാസ്റ്റിക്കയിൽ കയറാതെ നമുക്ക് ഈ ഓപ്പൺ ചെയ്തിരുന്ന ഭാഗം ക്ലോസ് ചെയ്യണം. ഇതുപോലെ തയ്ച്ചു കഴിഞ്ഞു. എന്നിട്ട് തുമ്പ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. 2.5 ഇഞ്ച് നമ്മൾ ചരിച്ച് മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തയ്യൽ തുമ്പ് ഒന്നും ഒട്ടും പോയിട്ടില്ല. എന്നിട്ട് എലാസ്റ്റിക് ചുറ്റും എല്ലാം ഒന്ന് വലിച്ച് ഒപ്പത്തിനാക്കി ഒന്ന് ഇട്ട് നോക്കുക. കണ്ടോ ബാക്ക് സൈഡ് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് ഇടുമ്പോൾ പാൻറ്റ് നല്ല കംഫർട്ടായിരിക്കും. ബാക്ക് സൈഡിൽ നിങ്ങൾ ഉള്ളിലൊരു മാർക്കിങ് വെച്ചേക്കണം. കസ്റ്റമറിന് ഇടുമ്പോൾ അത് ബാക്ക് സൈഡാണോ ഫ്രണ്ട് സൈഡാണോ എന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു അടയാളം വെച്ചേക്കണം. പിന്നെ കണ്ടോ ഇതുപോലെ സ്ലിറ്റൊക്കെ വന്നു. കറക്റ്റായിട്ട് നമുക്ക് പാൻറ്റ് കിട്ടിയിട്ടുണ്ട്. വളരെ കംഫർട്ടായിട്ടുള്ള ഒരു പാൻറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. നമുക്ക് വെറും 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്ച്ചെടുക്കാം. കട്ടിങ്ങും എല്ലാം വളരെ ഈസിയാണ്.
പിന്നെ നമ്മൾ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. നല്ല സുഖമുള്ള അടിപൊളി നൈറ്റി മെറ്റീരിയലാണ്. വാങ്ങിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ഒരുപാട് കമൻറ്റ് പറയാറുണ്ട്. പിന്നെ നമുക്ക് ചുരിദാർ മെറ്റീരിയൽസും ഉണ്ട്. അപ്പോൾ അത് പുതിയ സ്റ്റോക്ക് ഉടനെ ഇപ്പം വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മെറ്റീരിയൽസ് വേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ വോയിസ് മെസ്സേജ്, വോയിസ് കോൾ ചെയ്യരുത് കേട്ടോ. കോൾ ചെയ്യുമ്പോൾ എനിക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വീഡിയോ പകുതിക്ക് വെച്ച് കട്ടായി പോകും, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കോൾ ചെയ്യരുതെന്ന് പറഞ്ഞത്. മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ചിലർ മെസ്സേജ് അയച്ചിട്ട് ഞാൻ എടുക്കാത്തപ്പോൾ ഒരു 2-3 തവണ ഒന്ന് കോൾ ചെയ്യും. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ആണെങ്കിൽ വന്നിട്ടൊന്ന് നോക്കുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയൊന്നും വേണ്ട, ഞാൻ എപ്പോഴായാലും നോക്കും. ചിലപ്പോൾ എന്തെങ്കിലും ബിസി ആയിരിക്കും, അതുകൊണ്ടാണ് അന്നേരം നോക്കാത്തത്. കുട്ടികളെ സ്കൂളിൽ വിടുന്ന കാര്യത്തിനും ഒക്കെ രാവിലെ ഒത്തിരി തിരക്കാണ്, ആ സമയത്തൊക്കെ ഒരുപാട് കോൾ വരാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വീഡിയോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, ബൈ ബൈ.